റീലൈറ്റ് റിലേഷൻഷിപ്സിലേക്ക് സ്വാഗതം. ചിലരൊക്കെ നമ്മുടെ സ്വന്തമാണെന്ന് തോന്നുമ്പോൾ, ചിലർക്കൊക്കെ നമ്മൾ സ്വന്തമാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു സന്തോഷത്തിൻ്റെ ഫീല് ഉണ്ടാകാറില്ലേ? അപ്രകാരം സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ നൽകുന്ന ഒരു ഇടമാണ് കുടുംബം. മകൻ ജയിൽവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അമ്മ ഭക്ഷണം വെച്ച് കാത്തിരിക്കുന്നതാണ് അവൻ കണ്ടത്. അപ്പം അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ ഇന്ന് മടങ്ങി വരുമെന്ന്. അപ്പം അമ്മ പറയാണ്, മോനെ, നീ എന്നും മടങ്ങി വരുമെന്ന് കരുതിയിട്ട് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കാറുണ്ടായിരുന്നു. കാത്തിരിക്കാൻ മാത്രം സ്വന്തമെന്ന് തോന്നുന്ന ഒരു ഇടമാണ് കുടുംബം. 18 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭാര്യ പുറത്തെങ്ങും പോകാതെ സമയം ചെലവഴിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ജീവിതം മടുപ്പ് തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, കാരണം ഭർത്താവ് എൻ്റെ സ്വന്തമാണ്. ശുശ്രൂഷിക്കാൻ മാത്രം സ്വന്തമാണെന്നുള്ള തോന്നൽ സൃഷ്ടിക്കുന്ന ഇടമാണ് കുടുംബം. അമ്മായിയമ്മയ്ക്ക് പക്ഷാഘാതം വന്ന് കിടപ്പിലായപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി വേണ്ടെന്ന് വെച്ച് അമ്മയെ ശുശ്രൂഷിക്കാൻ മരുമകൾ തീരുമാനിച്ചു. ഈ തീരുമാനത്തിൽ കൂട്ടുകാരികൾ ചോദിച്ചു, പകരം ഒരു ഹോം നേഴ്സിന് വെച്ചാൽ മതിയില്ലേ, എന്തിനാണ് ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞത്? അപ്പം അവർ പറയുകയാണ്, ഹോം നേഴ്സ് എനിക്ക് പകരാവില്ലല്ലോ, അമ്മ എൻ്റെ സ്വന്തമാണ്. സ്വന്തം സൗകര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. 18 വയസ്സിൽ അപ്പം മരിച്ചപ്പോൾ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച് അമ്മയെയും പെങ്ങന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് പോയി. ഇപ്പം 35-ാമത്തെ വയസ്സിലും വിദ്യാഭ്യാസം ഇല്ല എന്ന പേരിൽ കല്യാണം നടക്കാതെ വന്നപ്പോൾ അയാളോട് ഒരാൾ ചോദിച്ചു, ചെയ്ത കാര്യത്തെക്കുറിച്ച് പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന്. അപ്പം അയാൾ പറയാണ്, അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടി വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചതിൽ ഒരു പശ്ചാത്താപവും എനിക്കില്ല, കാരണം അവരെൻ്റെ സ്വന്തമാണ്. കൂട്ടുകാരുടെ ഇടയിലിരുന്ന് മകൻ വേദനിക്കുകയാണ്. കാരണം കൂട്ടുകാർ അവരുടെ പ്രൊമോഷൻസ്, അവർ പണിതുയർത്തിയ ഫ്ലാറ്റുകൾ, അവരുടെ വാഹനങ്ങൾ, അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ കടബാധ്യത അനുഭവിക്കുന്ന മകൻ വേദനിക്കുന്നത് അപ്പൻ കണ്ടു. കൂട്ടുകാർ പോയപ്പോൾ അപ്പൻ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സാരല്ലടാ, നമ്മളിതിനൊക്കെ അതിജീവിക്കും. ചേർത്ത് പിടിക്കാൻ മാത്രം സ്വന്തമാണെന്ന് തോന്നുന്ന ഒരു ഇടമാണ് കുടുംബം. പ്രിയമുള്ളവരെ, കുടുംബാംഗങ്ങൾക്ക് സ്വന്തമാണെന്നൊരു തോന്നൽ നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അത് സമൃദ്ധിയിലും എല്ലാം ഉള്ളപ്പോഴും കൊടുക്കുന്ന ഒരു ഫീലല്ല, ഇല്ലായ്മയിൽ പോലും ഉള്ളതും കൊടുക്കുമ്പോഴാണ് അപ്രകാരം സ്വന്തമാണെന്നൊരു തോന്നല് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വഴി, നമ്മൾ നൽകുന്നത് വഴി, ഇല്ലായ്മയിൽ പോലും നമ്മൾ നൽകുന്നത് വഴി സ്വന്തമാണെന്നൊരു തോന്നൽ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അന്താരാഷ്ട്ര കുടുംബ ദിനത്തിൻ്റെ ആശംസകൾ. കുടുംബ ബന്ധങ്ങളെ വളർത്തുന്ന പുത്തൻ ചിന്തകളുമായി അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം.